ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ ഇന്ന് ഞാൻ നോമ്പിൻ്റെ 2 ദിവസം മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, കുറച്ച് റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ കണ്ടത് ഇതാണ്. ഉമ്മ ചക്കൊക്കെ മുറിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിക്കുകയാണ്. ഇത് ചക്കയിലേക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ്. ഇന്ന് അരിദോശയും മീൻകറിയാണ്. എനിക്കിഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൽ ഒന്നാണിത്. ദോശയും മീൻകറിയും നല്ല ടേസ്റ്റാണ്. ഇത് പാൽപ്പാട ഉമ്മ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. അതായത് നമുക്ക് ദിവസവും കിട്ടുന്ന പാലിൻ്റെ മേലെന്ന് ആ തിക്ക് ലെയർ മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് ആക്കി വെക്കും. അങ്ങനെ 1 മാസത്തെ പാൽപ്പാടയാണിത്. ഇനി ഇത് വെച്ച് നമുക്ക് ബട്ടറും നെയ്യും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഉമ്മ അത് വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഉമ്മാക്കിന്ന് നല്ല പണിയുള്ള ദിവസമാണ്. നോമ്പായതുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പം ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാനൊരാഗ്രഹം. അപ്പോൾ ഇന്ന് ലഞ്ചിന് കഞ്ഞിയും ചക്കപ്പുഴുക്കും ഉണക്കലും പപ്പടമൊക്കെയാണ്. പാൽപ്പാട വെച്ചിട്ട് നെയ്യാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ചൂടാക്കുന്ന സമയത്ത് നെയ്യ് ഇങ്ങനെ വിട്ട് വരും അതിൽ നിന്ന്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താഴെ പോയി ഒരു ബ്രൗൺ കളറിൽ ആയി വരും. നേരത്തെ കണ്ട അത്രയും പാൽപ്പാടയിൽ നിന്ന് ഇത്ര നെയ്യാണ് കിട്ടിയിട്ടുള്ളത്. വളരെ കുറച്ചേ കിട്ടുള്ളൂ, എന്നാലും അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് അതിൻ്റെ ബാക്കി വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് ആകെപ്പാടൊരു ചക്കമയാണ്. കുറച്ച് ചക്ക ബാക്കിയുണ്ട് പുഴുക്ക് വെച്ചേന്ന്. അപ്പോൾ അത് നമ്മൾ ചക്ക ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാ ഇത്രയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതൊന്ന് വെയിലത്ത് വെക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 രീതിയിലും പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ഒന്ന് ഇങ്ങനെ ഉണക്കിയിട്ടും പിന്നെ പച്ചയ്ക്ക് പൊരിച്ചിട്ടും നോക്കുന്നുണ്ട്. തേങ്ങ വലിച്ച സമയത്ത് ബാക്കിയുള്ള കുറച്ച് ഇളന്നിയുണ്ട്, ഒരു 3 എണ്ണം ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ഇളന്നി പുഡിങ് ഉണ്ടാക്കാൻ പോവാണ്. ഇളന്നിൻ്റെ കാമ്പ് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കാമ്പും കുറച്ച് വെള്ളവും കിട്ടിയിട്ടുണ്ട്. ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തതാണ്, എന്നാലും ഒന്നും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ ഇളനീരിൻ്റെ ഈ പൾപ്പിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/4 കപ്പോളൊക്കെ ഒഴിക്കുന്നുണ്ട്. എത്ര പൾപ്പുണ്ടോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 കപ്പോളം പാലൊഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ പാൽ പാക്കറ്റൊക്കെ തൊടുമ്പം നല്ലോണം ശ്രദ്ധിക്കുക. ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ കൈ സോപ്പിട്ട് കഴുകണം. ഇനി ഇതിലേക്ക് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇളനീരിൻ്റെ കാമ്പിൽ അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ പിന്നെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. വല്ലാതെ അങ്ങോട്ട് അരയണ്ട. ആ പൾപ്പ് ഇങ്ങനെ കടിക്കുമ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം.
ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുകയാണ്. ചൈന ഗ്രാസ് നല്ലോണം കഴുകിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. ഞാനിത് ഇളനീരിൻ്റെ വെള്ളത്തിൽ തന്നെയാണ് അലിയിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യണതാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചൈന ഗ്രാസ് നമ്മൾ എടുക്കുമ്പോൾ എത്ര ഇളനീർ വെള്ളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കുക. 1 ലിറ്ററിന് ഏകദേശം ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഇളനീർ വെള്ളം അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചൈന ഗ്രാസ് മെൽറ്റ് ആവുന്ന വരെ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചൈന ഗ്രാസ് എല്ലാം നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പോയി വീടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുകയാണ്. ഇളനീർ വെള്ളം ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രീസറിലാണ് വെക്കുന്നത് പെട്ടെന്നായി വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് സാവധാനം മതി എന്നുണ്ടെങ്കിൽ താഴെ വെച്ചാൽ മതി. നമുക്ക് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുതരാണ് ഇവിടെ ചെയ്യണത്. കടയിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അവർ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് എല്ലാ സാധനവും എത്തിക്കും. അപ്പോൾ ഈ സമയത്ത് അത് ഭയങ്കര ഒരു ഉപകാരമാണ്. പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് കഞ്ഞിയും പുഴുക്കും പപ്പടം, ഉണക്കൽ, മീൻ പൊരിച്ചത് ഇതൊക്കെയാണ് ഇന്നുള്ളത്. അങ്ങനെ കഞ്ഞികൂടിയൊക്കെ കഴിഞ്ഞു. ഇനി പുഡിങ് എടുക്കാൻ പോവാണ്. അപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുക്കും. എന്നിട്ട് അത് ബൗളിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഇളനീർ പൾപ്പിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടമാവും. പിന്നെ ഇനി ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവാണ്. ഇന്നൊരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഈ ഫോൺ കേസ് എനിക്ക് ഇൻസ്റ്റഗ്രാം പേജായിട്ടുള്ള ഹയാച്ചെ ഹിജാബ്സ് എന്ന് ഗിഫ്റ്റ് എന്നതാണ്. നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ഫോൺ കേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കസ്റ്റമൈസ്ഡ് ഫോൺ കേസസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പേജിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ കുറച്ച് സമയം യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടിരിക്കലാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാൻ ഈ ബുക്ക് ഒന്നുകൂടെ എടുത്തിട്ട് വായിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് ഓൾറെഡി വായിച്ച ബുക്കാണ്, ഖാലിദ് ഹുസൈനിൻ്റെ 1000 സ്പ്ലെൻഡിഡ് സൺസ് എന്ന് പറഞ്ഞിട്ട്. നല്ല സ്റ്റോറിയാണ്, നമുക്കിങ്ങനെ ഫീലിങ്സൊക്കെ തോന്നിക്കുന്ന ഒരു ടൈപ്പ് കഥയാണ് ഇതിൻ്റെത്. അപ്പോൾ അതിലെ ചില ഭാഗങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അത് ഒന്നുകൂടെ എടുത്തിട്ട് വെറുതെ വായിച്ച് നോക്കുകയാണ്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് ചക്ക പൊരിച്ചത് ഉണ്ടാക്കാൻ പോവാണ്. ഇത് നേരത്തെ ഉണക്കി വെച്ചിട്ടുള്ള ചക്കയാണ്. പിന്നെ പച്ചച്ചക്ക ഞാൻ കുറച്ച് മുറിച്ചെടുത്തിട്ടുമുണ്ട്. നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള ചക്ക ഓയിലിലേക്ക് ഇട്ടപ്പോൾ തന്നെ ഏകദേശം ഒരു 1.5 മിനിറ്റ് കൊണ്ട് തന്നെ അത് നല്ലോണം കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഉണക്കി വെച്ചിട്ടുള്ള ചക്ക പൊരിച്ചത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര ഹാർഡാണ്. നമ്മളിങ്ങനെ കടിച്ചിട്ട് നല്ല ബലം പിടിക്കണം അത് പൊട്ടിക്കാനായിട്ട്. ഇത് പച്ചച്ചക്ക പൊരിച്ചതാണ്. ശരിക്കും ഇതാണ് ടേസ്റ്റ്. ചക്കൻ്റെ ആ ഫ്ലേവറൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട്, അടിപൊളിയേനു. അപ്പോൾ അതും കൂട്ടിയിട്ട് നമ്മൾ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ മുഖ്യമന്ത്രിൻ്റെ ലൈവ് കാണുന്നുണ്ട്.
ഇന്ന് രാത്രി നമ്മൾ ബ്രോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. സാധാ പാക്കറ്റ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ബ്രോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ പീസസൊക്കെ കഴുകിയെടുക്കുകയാണ്. ഈ ബ്രോസ്റ്റ് പൗഡറാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൽ 2 പാക്കറ്റായിട്ടാണ് വരുന്നത്. ഒരു സോൾട്ടും പിന്നെ സാധാ ബ്രോസ്റ്റ് പൗഡറും. അപ്പോൾ ഈ സോൾട്ട് നമ്മൾ 40 മിനിറ്റ് മുന്നേ ചിക്കനിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് 40 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ നമ്മളെല്ലാവരും പോയിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ 40 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ചിക്കൻ അത്യാവശ്യം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ബ്രോസ്റ്റ് പൗഡറിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ പോവാണ്. സെബിയാണ് അതൊക്കെ ചെയ്യണത്. ആദ്യം ചിക്കൻ പീസസ് എല്ലാം ആ വെള്ളത്തിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ഇനി ഓരോ പീസായിട്ട് എടുത്ത് അത് ആ പൗഡറിലിട്ടിട്ട് നല്ലോണം കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചിക്കൻ പീസിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആ പൗഡർ ആക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ ചിക്കൻ എല്ലാം ആ പൗഡറിലിട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഫ്രഞ്ച് ഫ്രൈസിനുള്ള പൊട്ടാറ്റോസ് മുറിച്ചെടുക്കുകയാണ്. അതിനെയാണ് മയോണൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട വെളുത്തുള്ളിയൊക്കെ ഉമ്മ റെഡിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസിനുള്ള പൊട്ടാറ്റോസൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അതിനുശേഷം 30 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ എടുത്തിട്ട് വീണ്ടും ഫ്രൈ ചെയ്യാണ് ചെയ്യൽ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും. ഉമ്മ അവിടെ ചപ്പാത്തി റെഡിയാക്കുകയാണ്. മുട്ട യൂസ് ചെയ്യാതെ പൊട്ടാറ്റോസ് വെച്ചിട്ടാണ് നമ്മൾ മയോണൈസ് റെഡിയാക്കൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 1 സ്പൂണ് വിനീഗർ ഒഴിക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഫ്രഞ്ച് ഫ്രൈസിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള പാലാണ്. എന്നിട്ട് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കും. 1/2 കപ്പോളം ഓയിൽ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഫസ്റ്റത്തെ പൊരിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ ഓയിൽ തന്നെ ചിക്കനും പൊരിച്ചെടുക്കുകയാണ്. മയോണൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന മയോണൈസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ചിക്കൻ ഇങ്ങനൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ നമുക്കത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ഇതേപോലെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഫ്രഞ്ച് ഫ്രൈസ് രണ്ടാമത്തെ ട്രിപ്പ് ഒന്നും കൂടെ പൊരിക്കുകയാണ്. ഇങ്ങനെ പൊരിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആവും, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും.
റോസ്റ്റ് കുഴപ്പമില്ലേനു, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വീട്ടിൽ ഓട്സ് പൗഡറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും ഇല്ല. എനിക്ക് തോന്നിയത് അതാണ് ഈ പൗഡറൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്